നമസ്കാരം. ഗതാഗത വകുപ്പ് മന്ത്രിയായ CP ജോണിന്റെ ഒരു പ്രതികരണം കാണുകയാണ്. നമ്മളെ കൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ചില വ്യക്തികളെയൊക്കെ അവർ ബുദ്ധിജീവികളാണെന്നൊക്കെയാണ് നമ്മളെ കൊണ്ട് ധരിപ്പിക്കുന്നത്. എന്നാൽ ചില കാര്യങ്ങൾ കാണാതെ പഠിച്ചു പറയുക, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ വാചക കസർത്ത് നടത്തുകയാണല്ലോ ചിലരെയെല്ലാം മഹത്വവൽക്കരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് അവരെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ട് അതിന് നേരെ ചോദ്യങ്ങൾ വരുമ്പോൾ ആ ചോദ്യത്തോട് എങ്ങനെയാണ് ഒരു വ്യക്തി പ്രതികരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ നമ്മൾ ഒരു വ്യക്തിയുടെ കഴിവും കഴിവുകേടും മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ CP ജോണിനോട് KSRTC ബസ്സിലെ സൗജന്യ യാത്രയെക്കുറിച്ച് അതെങ്ങനെ നടപ്പിലാക്കും, KSRTCയിൽ വലിയ നഷ്ടം വരില്ലേ എന്ന ചോദ്യം ഇന്നൊരു മാധ്യമ പ്രവർത്തക അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി കേട്ടിട്ട് എന്റെ പൊന്നെ, ഇതും ബുദ്ധിജീവിയാണോ എന്ന് തോന്നിപ്പോയി. മിനിസ്റ്റർ, മറ്റൊരു കാര്യം, ഈ KSRTCയിൽ ഇത്തരത്തിൽ നമ്മൾ കൂടുതൽ യാത്രക്കാർ സ്ത്രീകളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സൗജന്യമായ യാത്ര നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ തീർച്ചയായും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ അതിനെങ്ങനെയാണ് KSRTC, ഇപ്പോൾ KSRTC തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഇത്ര കണക്കനുസരിച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള റിപ്പോർട്ട് മന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത്? അതിപ്പോ ഒരു പൊതുകാര്യം പറയാം. അതായത് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം അത് ജനങ്ങൾക്ക് വേണ്ടത്ര കിട്ടുന്നില്ല. ഇനി കിട്ടുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്, അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ചും നമ്മുടെ സാധാരണക്കാരികളായ സ്ത്രീകൾ തൊഴിലിടങ്ങളിലേക്ക് പോവുകയും ആശുപത്രികളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീകളാണല്ലോ. അപ്പോൾ അവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത്രയും വലിയ ഭാരമാണ് അവർക്കുള്ളത്. ഞങ്ങൾ കാണുന്നത് ഇതിൽ കൂടെ പല കാര്യങ്ങളാണ് കാണുന്നത്. വാസ്തവത്തിൽ ഒരു സ്ത്രീ സ്ഥിരമായി ഒരു തൊഴിലിടത്തേക്ക് പോകുന്ന ഒരു സ്ത്രീയെ സങ്കല്പിക്കുക. ഒരു മാധ്യമ പ്രവർത്തകയാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡൊമസ്റ്റിക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വനിതയാവട്ടെ, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നിൽക്കുന്ന എംപ്ലോയി ആവട്ടെ, അവരെല്ലാ ദിവസവും പോകുമല്ലോ, വെറുതെ വല്ലപ്പോഴും കയറുകയല്ലോ. അപ്പോൾ ഒരു 25 ദിവസം അവർ പോകുന്നു. 50 രൂപ അവർക്ക് ചെലവ് വരുന്നുണ്ട് ഇരിക്കട്ടെ. അപ്പോൾ 1000 രൂപയിലധികം അവർക്ക് ലാഭിക്കാമല്ലോ, അല്ലേ? അല്ല മിനിസ്റ്റർ, ഈ KSRTCക്ക് എങ്ങനെയാണ് ലാഭം ഉണ്ടാകുക എന്നുള്ളതാണ് ചോദ്യം. ഒരു മിനിറ്റ്, KSRTC മാത്രമല്ല, നമ്മൾ കേരളത്തെ കുറിച്ചല്ലേ ചിന്തിക്കുന്നത്. നമ്മൾ ആശാ വർക്കർമാർക്ക് പൈസ കൂട്ടിക്കൊടുത്തുകൊണ്ട് ഗവൺമെന്റിന് ലാഭം എന്നുള്ള അർത്ഥത്തിൽ വല്ലതും ഇല്ലല്ലോ. അല്ല മിനിസ്റ്റർ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, KSRTCയിലും ജീവനക്കാരുണ്ട്, അവർക്ക് പെൻഷനും ശമ്പളവും മുടങ്ങാത്ത തരത്തിലുള്ള മുടങ്ങാതെ കൊടുക്കും. ഇപ്പൊ ഞാൻ വരുന്നത് അത് കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. പെൻഷൻ കൊടുക്കാനുള്ള സിസ്റ്റം കോപ്പറേറ്റീവ് സൊസൈറ്റികളുമായിട്ടുണ്ട്. അതൊക്കെ ഇന്നിപ്പോ അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. KSRTCക്ക് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും KSRTC ജീവനക്കാർ ഇതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. മാത്രമല്ല, KSRTC എന്നുള്ള പേര് ഇതോടുകൂടി ഭയങ്കരമായിട്ട് പൊങ്ങിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കേട്ടല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ചോദ്യം ഇത്രയേ ഉള്ളൂ: KSRTCക്ക് ഈ ബാധ്യത താങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അതിനുള്ള ഫണ്ട് എങ്ങനെ കണ്ടെത്തുമെന്നുള്ള കാര്യമാണ്. അതിന് ഏതോ ചർച്ച നടത്തിയെന്നാണ്. ഈ ചർച്ച കൊണ്ട് ശമ്പളം മുടങ്ങൂ, പെൻഷൻ മുടങ്ങിയതിനൊക്കെ പരിഹാരമാകൂ? കാര്യം ഒരു സർക്കാർ അധികാരത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ധനസ്ഥിതി എല്ലാം വിലയിരുത്തിയിട്ട് ഏതെങ്കിലും ഒരു വാഗ്ദാനം നടപ്പിലാക്കുന്നതിൽ വേണ്ടില്ല. ഇത് ജനങ്ങളെ പ്രലോഭിക്കുകയാണ്. ആദ്യമേ എന്താണ്, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ആ കസേരയിൽ എത്താൻ വേണ്ടി പ്രലോഭിച്ചതിന് ശേഷം വരുന്നിടത്ത് വെച്ച് കാണും, എന്തോ സംഭവിക്കട്ടെ. ഇപ്പോ കാട്ടിലെ തടി തേവരുടെയാണ്. KSRTC അങ്ങ് തകർന്ന് നിന്നു പോയി കഴിഞ്ഞാൽ, അതായത് ആര്യാടൻ മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ നിന്നു പോകും എന്ന് പറഞ്ഞാൽ, നിന്നാൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പോകും, നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? നമ്മുടെ കുടുംബത്തിന്റെ എന്തെങ്കിലും സ്വത്ത് നഷ്ടപ്പെട്ടു, നിന്ന് പോയി, ഞങ്ങൾ സൗജന്യം തന്നപ്പോൾ നിന്നുപോയി എന്നൊരു കാലത്ത് പറയാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഒരു ട്രയൽ വേർഷൻ ആയിട്ടാണ് ഇത് തോന്നിയത്. കാര്യം നമ്മൾ ഒരു പദ്ധതി നടപ്പിലാക്കുകയാണ്, ജനത്തിന് മനസ്സിലാകുന്ന പോലെ ക്ലാരിറ്റി ആയിട്ട് അതിൽ വരാൻ സാധ്യതയുള്ള തിരിച്ചടികൾ. കാര്യം ഒന്നും പഠിക്കാതെ ഈ വരുമാനം നിലച്ചാൽ, അല്ലെങ്കിൽ 50% സ്ത്രീകൾക്ക് പറഞ്ഞിരിക്കുന്ന വാചകം എന്ന് പറഞ്ഞാൽ മുഴുവൻ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാണ്. അതിപ്പോ ഓർഡിനറി ആക്കി ചുരുക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. കാര്യം പറഞ്ഞ വാക്കുകളിൽ പകുതിയിലും വെള്ളം ചേർക്കുക എന്നുള്ളതാണല്ലോ. ഇപ്പോ ഈ അടുത്ത കാലത്ത് ആശാസമരം, ഞങ്ങളോടൊപ്പം നിന്നതിന് ഒരു 3000 രൂപ കൊണ്ടുപോയിക്കോ, അതായത് ഡെയിലി 100 രൂപ വെച്ച്, അത്രയേ ഉള്ളൂ. 230, കേവലം 230 രൂപ അവർ ദിവസവേതനത്തിന് കഷ്ടപ്പെടുന്നവർക്ക് ഒരു 333 രൂപ ആക്കി കൊടുത്തതാണ് വലിയ കഴിവ്. അങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത്? ആ അവതരിപ്പിച്ച രീതി വെച്ചാണെങ്കിൽ മിനിമം 500 രൂപയെങ്കിലും ആക്കി കൊടുക്കണമായിരുന്നു. അതായിരുന്നു അന്തസ്. പക്ഷേ നമ്മുടെ
ആശാ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? സ്പോൺസേഡ് താരങ്ങളാണല്ലോ, ആശാ വർക്കർമാരായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അവർക്ക് അത് തൃപ്തിയുണ്ട്, അതിന്റെ കമ്മീഷൻ കിട്ടും. അവർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അവർക്കുള്ളത് പിൻവാതിലൂടെ വരും. അതുകൊണ്ട് ആശമാർ സംതൃപ്തരായി. അതുപോലെ KSRTC അങ്ങനെയല്ലല്ലോ. അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ജീവനക്കാരുണ്ട്, നിരവധി പെൻഷനേഴ്സ് ഉണ്ട്. ആ പെൻഷനായവരും ആ KSRTC ജീവനക്കാരെല്ലാം ഈ വരുമാനത്തിന്റെ പ്രതീക്ഷയിലാണ് കുടുംബം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യനെ ഒന്ന് നിവർത്തി നിർത്തിയതേ ഉള്ളൂ, അതിനെ ഉടനടി തകർത്ത് നാമാവശേഷമാക്കാൻ പോവുകയാണ്. എന്തോ സംഭവിക്കട്ടെ, പക്ഷേ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ക്ലാരിറ്റിയോടുകൂടി ജനങ്ങളോട് മറുപടി പറയാൻ പോലും ബുദ്ധിജീവിയായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വ്യക്തിക്ക് കഴിയുന്നില്ലെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വാചക കസർത്തുകളല്ലല്ലോ നമുക്ക് വേണ്ടത്. ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സതീശൻ നാക്കിട്ട് നടക്കാത്ത കാര്യങ്ങൾ അടിക്കുമ്പോഴെങ്കിലും പറയണ്ടേ? അതിനുപോലും പറ്റാതെ അതേ എന്തൊക്കെയോ വാചകങ്ങൾ അങ്ങ് തട്ടിവിടുന്നു. അത് കേട്ടോണ്ട് നിന്ന ആളുടെയും കിളി പോകുന്ന അവസ്ഥയുണ്ടാക്കിയെന്ന് പറയുമ്പോൾ ചില ബുദ്ധിജീവികളൊക്കെ ഇതായിരുന്നു എന്ന് തോന്നിപ്പോവുകയാണ്.